പാലക്കാട് ജനം ബി.ജെ.പിയെ തൂത്തെറിഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരന് ലഭിച്ച 6000 വോട്ടുകളുടെ ലീഡിന്റെ അടുത്തെത്താൻ പോലും ഇപ്പോൾ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നഗരസഭയിൽ 2ാം സ്ഥാനത്തേക്ക് ബി.ജെ.പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പിന്തള്ളപ്പെട്ടു. നഗരസഭയിലെ ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് എണ്ണിത്തീരുമ്പോൾ വെറും 400 വോട്ടുകളുടെ മാത്രം മേൽക്കൈയാണ് കൃഷ്ണകുമാറിന് കിട്ടിയത്. മുഴുവൻ വോട്ടുകൾ നഗരത്തിൽ എണ്ണിത്തീർന്നപ്പോൾ രാഹുലാണ് ഒന്നാമതെത്തിയത്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മുന്നേറ്റമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. ദയനീയമായി തകർന്നു വീഴുന്ന രംഗമാണ് കണ്ടത്. ഇത് തന്നെയാണ് കേരളത്തിലെ എമ്പാടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗര വോട്ടർമാരുടെ പൾസ് അറിയുന്ന പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പി ഭരണം പിടിച്ചെടുക്കുന്നതിന് ചുക്കാൻ പിടിച്ച സി കൃഷ്ണകുമാറിന് പക്ഷെ മാസങ്ങൾക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരത്തിൽ നിന്ന് ലഭിച്ച വോട്ടുകൾ പോലും ഇപ്പോൾ കിട്ടിയില്ല. രാഷ്ട്രീയത്തിന് ഉപരിയായി മെട്രോമാൻ ഇ ശ്രീധരന് ലഭിച്ച വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലും പി സരനും ചേർന്ന് പങ്കിട്ടെടുക്കുന്ന കാഴ്ചയാണ് വോട്ടെണ്ണലിൽ ദൃശ്യമായത്. ഇതിൽ ഭൂരിഭാഗം വോട്ടുകളും രാഹുൽ പിടിച്ചെടുക്കുകയായിരുന്നു. നഗരസഭയിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും കൃഷ്ണകുമാറിന് ലീഡ് 1500 മുകളിലെത്തിക്കാൻ കഴിഞ്ഞില്ല. പോസ്റ്റ് വോട്ടുകളും ആദ്യ 2 റൗണ്ടുകളും പിന്നിട്ടപ്പോൾ നേടിയ 1418 വോട്ടാണ് ബി.ജെ.പിക്ക് ലഭിച്ച ഏറ്റവും വലിയ ലീഡ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തിരിച്ചുവരവില്ല. പിരിയാരിയിലും കണ്ണാടിയിലും മാത്തൂരിലും മത്സരം LDFും UDFും തമ്മിലായിരുന്നു. പഞ്ചായത്തുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ലീഡ് നില 10000 പിന്നിട്ട് രാഹുൽ കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഷാഫി പറമ്പിലും ഇ ശ്രീധരനും ഏറ്റുമുട്ടിയപ്പോൾ 6238 വോട്ടുകളുടെ ലീഡ് അന്ന് ബി.ജെ.പിക്ക് പാലക്കാട് നഗരം സമ്മാനിച്ചു. 52 വാർഡുകളിൽ 28 ബി.ജെ.പി കൗൺസിലർമാരുള്ളതാണ്. UDFന് 18ഉം LDFന് 6ഉം കൗൺസിലർമാരാണുള്ളത്. 2021 6000-ലധികം വോട്ടിന്റെ ലീഡ് കിട്ടിയ ബി.ജെ.പിക്ക് മാസങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാർ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നഗരസഭയിൽ നിന്ന് ലഭിച്ചത് വെറും 497 വോട്ടുകളുടെ ലീഡ് മാത്രമാണ്. മെട്രോമാൻ ഇ ശ്രീധരന് 34,143 വോട്ടുകൾ കിട്ടിയ നഗരസഭയിൽ കൃഷ്ണകുമാറിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 29,355 വോട്ടുകൾ മാത്രമാണ്. നഗരമേഖലയിൽ 7000-8000 വോട്ടുകളുടെ ലീഡ് ലഭിച്ചാൽ മാത്രമേ ബി.ജെ.പിക്ക് മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. ബി.ജെ.പിയെ ഞെട്ടിച്ച ഈ തെരഞ്ഞെടുപ്പ് ഫലം മണിപ്പൂരിനുള്ളതാണ്. മണിപ്പൂർ സഹോദരന്മാരെ കണ്ടില്ലെന്ന് നടിച്ച് ചില ത്രിസംഖികൾ പരസ്യമായി വോട്ട് ചെയ്ത് വിളിച്ചു കൂവിയിരുന്നു. വോട്ട് ചെയ്തിട്ട് വന്നവര് വലിയ വായില് അവർ പൊക്കിക്കാണിച്ചു, വിരലിൽ അടയാളം പൊക്കിക്കാണിച്ചു, ഞങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തു. അതിനുള്ള മറുപടി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിജയം. ഇത് സംസ്ഥാനത്തൊട്ടാകെ ഇങ്ങനെയായിരിക്കും. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് തന്നെയായിരിക്കും. ഒരു കാരണവശാലും അവർക്ക് നിയമസഭയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇനി ഇവിടുത്തെ UDFോ LDFോ സമ്മതിക്കില്ല.